ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ലൈവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ചാർജ് സ്റ്റേഷൻ്റെ കംപ്ലയിൻറ്റ് 2 പോയിൻ്റേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഡ്രൈവർമാർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മീഡിയ വൺ ചാനലിൽ ഇന്ന് രാവിലെ ഇതിൻ്റെ ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു, ഇത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതിനെ പറ്റി. അപ്പോൾ അതിനുശേഷം തകൃതിയായിട്ടുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ കംപ്ലയിൻറ്റുള്ള പോയിന്റുകളും കഴിച്ച് നന്നാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഉഷാറായിട്ട് എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. പോയിന്റുകൾ എന്തൊക്കെ കംപ്ലൈൻറ്റ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തീർക്കുന്നുണ്ട്. 6 പോയിന്റുള്ള 2 പോയിന്റ് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളായിരുന്നു. പിന്നെ ആ പോയിന്റ് വർക്ക് ചെയ്യുന്നതിൽ തന്നെ പ്ലഗ് പോയിന്റ് കത്തിപ്പോയതുണ്ടായിരുന്നു, അതൊക്കെ മാറ്റി ഫുള്ള് രാവിലെ തന്നെ KSEB ഉദ്യോഗസ്ഥന്മാരെത്തി സംഗതി ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3 പോയിന്റ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി 3 പോയിന്റ് നന്നാക്കുന്നുണ്ട്. ചേട്ടാ അപ്പോൾ ഈ പോയിന്റുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ 3 പോയിന്റ് ഇതാ തകൃതിയായിട്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വൈചേട്ടാ, നമ്മളിപ്പോൾ ഇന്നലെ ഒരു ലൈവും ചെയ്ത് അതേപോലെ ഒരു മീഡിയ വണ്ണിൽ ഒരു ന്യൂസും കൊടുത്തു രാത്രി ആയപ്പോഴേക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഭാഗം മാത്രമല്ല, നമ്മൾ ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞ്, അപ്പോൾ നമ്മളെ ഭാഗത്തുള്ള ഒരു വീഡിയോസും അതായത് മീഡിയേൻ്റെ ഇത് വന്നപ്പോൾ കുറച്ചുകൂടി സ്പീഡാക്കി. അല്ലെങ്കിൽ ഇവർ പറയും ചാർജ് ബോർഡിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ KSEBിൻ്റെ പ്രശ്നമാണെന്ന് പറയും. അപ്പോൾ എന്തായാലും ഇല്ല, 2 കൂട്ടരും കൂടിയിട്ട് ഒരു കോർഡിനേഷൻ നൽകി ഇവർ വന്നിട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് തന്നെ ക്ലിയർ ആക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എർത്തിൻ്റെ പ്രശ്നം കൂടി ഉണ്ട്. ആ എർത്ത് കൂടി ഇഷ്യൂ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ വോൾട്ടേജ് വരുന്ന ഒരു പ്രശ്നം സോൾവ് ആവും. ഈ വോൾട്ടേജ് കയറി വരുന്നതുകൊണ്ടാണ് നമ്മളെ ഈ പ്ലഗും കാര്യങ്ങളൊക്കെ തട്ടിപ്പോകുന്നത് മെയിനായിട്ട് ഇതുമായി. അപ്പോൾ അത് ശരിയാക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ക്ലിയർ ആക്കാനുള്ള ഇത് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എല്ലാ പ്ലഗ് പോയിന്റും ചൂടായതും കംപ്ലൈൻറ്റുള്ള എല്ലാ സാധനവും മാറ്റിയപ്പോൾ എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഒരെണ്ണോടെ ഉണ്ട്, അതും മാറ്റും. അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തന്നെ ക്ലിയർ ആക്കുന്നതാണ് പറയുന്നത്. ഫുള്ളും തന്നെ ചാലാവും. അപ്പോൾ ഇനി ഇങ്ങോട്ട് ചാർജ് ചെയ്യാൻ വരുന്നവർക്ക് ധൈര്യമായിട്ട് വരാം. അപ്പോൾ ഇവിടെ എത്ര വണ്ടികൾ സ്ഥിരമായിട്ട് ചാർജ് ചെയ്തുകൊണ്ടിരുന്നു? സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ അറബിയിൽ ഇവിടെ ഒരു 10-30 വണ്ടി ഉണ്ട്. പിന്നെ എക്സ്ട്രാ മെഡിക്കൽ കോളേജിൽ വരുന്ന ഹോസ്പിറ്റൽ കേസായിട്ട് വരുന്ന ഒരു ഡെയിലി ഒരു 30 വണ്ടിന്റെ മുകളിൽ ചുരുങ്ങിയത് ഇവിടുന്ന് ചാർജിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതല്ല, ഒരു 50 വണ്ടീൻ്റെ അടുത്ത് ചാർജ് ആവുന്നുണ്ട്. ഈ 6 പോയിന്റിൽ ഇങ്ങനെ ഓരോ ഷെഡ്യൂൾട്ടാണോ ചാർജ് ചെയ്യുന്നത്? അതെ, ഒരു വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യും. ഒരാൾക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആൾ കയറ്റും. അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വണ്ടികൾ ഇപ്പം തന്നെ ഇവിടെ പുറത്തൊക്കെ ആയിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള പോയിന്റുകൾ വർക്ക് ചെയ്യുന്നതിന് ചാർജ് ചെയ്തതിന് ശേഷം ചാർജ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതായിരിക്കും അല്ലേ? അതെ, നമ്മളിപ്പോൾ ഇതിപ്പോൾ അതുകൂടി ശരിയായി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ വണ്ടി കയറ്റിയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 3 എണ്ണം ഓക്കെ ആയിട്ടുണ്ട്. 3 എണ്ണം രാവിലെ തന്നെ ക്ലിയർ ആക്കി. അതവർ ചെയ്തോണ്ടിരിക്കാണ്. മാക്സിമം ഇത് തന്നെ ക്ലിയർ ആക്കുന്നു. മെയിനായിട്ട് ഒരു ഇഷ്യൂ ഉള്ള എർത്തിൻ്റെ ആണ്. അത് എർത്ത് ക്ലിയർ ആക്കിയില്ലെങ്കിൽ വീണ്ടും ഇതേമാതിരി പ്രശ്നം വരും. ഹൈ വോൾട്ടേജ് വന്ന് കയറുന്നത് എർത്തിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഈ വരുന്നത്. നിങ്ങളിപ്പോൾ എത്ര കാലമായി ഇത് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളിപ്പോൾ ഒരു 1.5 കൊല്ലത്തിൻ്റെ അടുത്തായി. 1.5 കൊല്ലമായിട്ട് പരാതിപ്പെട്ടു. അപ്പോൾ മീഡിയ അറ്റൻഷൻ കിട്ടിയതിന് ശേഷമാണ് ഇവർ, അല്ലെങ്കിൽ ഇവർ വരും വന്ന് നോക്കി പോകല്ലാണ്ട് വേറൊരു സൊല്യൂഷൻ ഇതിനകത്ത് ഉണ്ടാവില്ല. പിന്നെ ഇതിന്റെ കാര്യം ഞങ്ങൾ പറഞ്ഞിരുന്നു, ആ ഫാസ്റ്റ് ചാർജിങ് കാറിന്റെ ഈ ഫാസ്റ്റ് ചാർജ് കണ്ടുകൊണ്ട് പല ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. ഈ ലോങ്ങിൽ നിന്ന് വരുന്ന ടീമൊക്കെ കാറ് ഇവിടെ വരും, ഇവിടെ വന്നിട്ട് അത് നോക്കും, അത് തന്നെ എടുത്ത് നോക്കും. അപ്പോഴാണ് ഡിസ്കണക്റ്റഡ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് കംപ്ലൈന്റ് വരുന്ന സംഗതികൾ വളരെ പെട്ടെന്ന് തന്നെ അവർ ശരിയാക്കി തരുന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ ഒരു 7 മാസം മുന്നേ ഇതിന്റെ അധികാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ പറഞ്ഞത് ഈ മുകളിലുള്ള ഈ പാനൽ മുന്നോട്ട് ഇറക്കിയിട്ട് ഇവിടെ കൂടുതൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുന്ന പറഞ്ഞത്. ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ കാണുന്നുണ്ട് ഒരു 6 ഫാസ്റ്റ് ചാർജിങ് അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട്. പക്ഷേ അത് ഇതുവരെ ഒന്നും അതിനുള്ള നീക്കുപോക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒക്കെ ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പം നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അതിനുള്ളൊരു തീരുമാനം ഉണ്ടാവും. ഓക്കെ, വിവരങ്ങൾ പങ്കിട്ടതിന് നന്ദിയുണ്ട്. താങ്ക് യു.